ഹലോ, ഈ മണി പ്ലാന്റിൻ്റെ വെറൈറ്റി കണ്ടോ? ഇതൊരു 3 വർഷത്തിലധികമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഒരു മരണവീട്ടിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഇത്. ആ മരണവീടിൻ്റെ വാതിൽക്കൽ മറ്റൊരു വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ പടർന്ന് കിടക്കുമായിരുന്നു ഇത്. അതിൽ നിന്നൊരു ചെറിയ കമ്പ് ഞാൻ അടർത്തി എടുത്തുകൊണ്ട് പോന്നതാണ്. ഒരുപാട് ട്രോൾ അതിൻ്റെ പേരിൽ എനിക്ക് കിട്ടിയേ. റീത്തിൽ നിന്ന് ചെടി അടിച്ചു മാറ്റി എന്നൊക്കെ പറഞ്ഞായിരുന്നു ട്രോളുകൾ. എന്തായാലും ഞാനത് വീട്ടിൽ കൊണ്ടുവന്നു. ഇത് പ്രത്യേക പരിചരണവും ശ്രദ്ധയില്ല ആളനെയൊക്കെ വേണമായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ. അവിടെ എനിക്ക് കിട്ടിയത് തോട്ടത്തിൽ ഇങ്ങനെ പടർന്ന് കിടക്കുന്ന നിലയിലാണ്. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് മുറ്റത്ത് വെക്കാൻ മേല. മുറ്റത്ത് വെച്ച് അല്പം വെയിലടിച്ച് അന്നേരം വാടും. അകത്ത് വെക്കാൻ മേല. നമ്മൾ ശകലം വെള്ളം ഒന്ന് കുറഞ്ഞു പോയെന്നാൽ വാടും. വെള്ളം ഇച്ചിരി പഴകിപ്പോയെന്നാൽ വാടും. എപ്പോഴും ഇങ്ങനെ സ്നേഹിച്ച് പരിപാലിച്ചുകൊണ്ടിരുന്നാലേ ഇത് ഇങ്ങനെ സർവൈവ് ചെയ്ത് നിൽക്കത്തുള്ളൂ. പക്ഷേ ഒരിക്കലും ഇത് പൂർണ്ണമായിട്ടും എൻ്റെ കയ്യിൽ നിന്ന് നശിച്ചു പോയുമില്ല. നശിച്ചു പോകാൻ വരുമ്പോൾ എവിടെയെങ്കിലും ഒരു നാമ്പെങ്കിലും കാണും. അതിൽ നിന്ന് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇങ്ങനെ 3 വർഷമായിട്ടും ഈ പരുവത്തിൽ നിന്നു. ഇത് ലാസ്റ്റ് ഒന്ന് നശിച്ചു പോയതായിരുന്നു. അവിടെ നിന്ന് ഞാനൊരു കുഞ്ഞി കമ്പെടുത്ത് ഇത് ഇങ്ങനെ ആക്കി നിർത്തിയതാണ്. അപ്പം എപ്പോഴും എനിക്ക് കാണാവുന്ന രീതിയിൽ കിച്ചണിൽ വാഷ് ബേസിൻ്റെ അടുത്തായിരുന്നു ഇത് വെച്ചിരുന്നത്. എന്നാൽ പിന്നെ ഇത് നമുക്ക് എപ്പോഴും നമ്മുടെ ശ്രദ്ധ കിട്ടുന്ന നമ്മുടെ ടേബിളിൽ എടുത്ത് വെച്ചേക്കാം. അപ്പോൾ ചുമ്മാ വെക്കണ്ട, ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു റിപ്പോർട്ടിങ്ങിലേക്ക് ഇറങ്ങിയത്. ഇത് നമ്മുടെ വീട്ടിൽ ഫിഷ് ടാങ്കിൻ്റെ ഒരു ഫിഷ് പോട്ടായിരുന്നു. അപ്പോൾ അത് ഫിഷൊന്നും ഇപ്പോൾ ഇല്ല. തന്നെയല്ല എപ്പോഴും മേടിച്ചിട്ടെന്നാൽ എല്ലാം അത് സർവൈവ് ചെയ്ത് നിൽക്കുന്നില്ല. അത് കാരണം ആ പോട്ട് ഞാൻ ഇതിനു വേണ്ടി എടുത്തു. എന്നിട്ട് ഇവിടെ ഈ എംസാൻഡ് ഇറക്കിയതുണ്ടായിരുന്നു. അത് 1-2 വട്ടം കഴുകി വൃത്തിയാക്കി ഇതിനകത്തിട്ട് അതിനകത്തെ മണ്ണൊക്കെ അടിയുന്നിടം വരെ ഏകദേശം ഒന്ന് അടിഞ്ഞപ്പോഴത്തേക്ക് ഇതങ്ങ് നാട്ടി വെച്ചു. ഈ എംസാൻഡിനൊരു ഗുണമുണ്ട്. അതിങ്ങനെ ചെതറി കിടക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ചെടികളുടെയൊക്കെ റൂട്ട് ഒന്ന് ഇങ്ങനെ പടർന്നിറങ്ങാൻ സഹായിക്കും അത്. അപ്പം നമ്മൾ സാധാരണ മണ്ണ് പോട്ടിൽ നിറയ്ക്കുമ്പോഴും അതിനകത്ത് കുറച്ച് എംസാൻഡും കൂടി ഇട്ട് ഇളക്കുവാണെങ്കിൽ വേരോടാൻ വേണ്ടി സഹായകമാകും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് എന്തായാലും നമ്മുടെ സാധനം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പുറത്ത് വെച്ച ഇലകൾക്കിടയിലൂടെയൊക്കെ നോക്കാൻ നല്ല രസം. അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. എന്നാൽ പിന്നെ നമുക്കതെടുത്ത് അകത്തേക്ക് വെച്ചേക്കാം. നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഒരു കൃഷ്ണൻ ഇരിപ്പുണ്ട്. ആ കൃഷ്ണൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ. അപ്പോൾ ഇതോടെ ഇന്നത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു.